Good morning, everyone. Good morning. Okay, am I audible? Audible ആണോ? Thank you so much. Am I audible? Okay, very good, fantastic. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. എന്തൊക്കെയാണ് വിശേഷം? സുഖാണ് വിചാരിക്കുന്നു. 2 ദിവസമായി അല്ലേ നമ്മളൊന്ന് കൂടിയിട്ട്. Hope things are going well. നിങ്ങളുടെ സൈഡിലൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പല രീതിയിലുള്ള വിഷയങ്ങൾ, സംഗതികൾ ഓരോ ദിവസങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്നും അതുപോലെ മറ്റൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കഥ പറയാം. കഥ വരുന്നത് 2011 മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അക്ഷയ സെന്ററിനും നടത്തിക്കൊണ്ടിരിക്കുന്നൊരു എന്താ പറയുക, ഒരു പയ്യന്റെ കഥയാണ്. അന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി, പ്രയാസപ്പെട്ട്, കഷ്ടപ്പെട്ട് ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ്. ആദ്യത്തെ സംരംഭമാണ്. എല്ലാ ദിവസവും സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. കച്ചവടം കുറവാണ്, സെയിൽസ് കുറവാണ്, ആൾക്കാർ വരുന്നത് കുറവാണ്. മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. 6 മാസം 7 മാസം കൊണ്ടു നടന്നു. ഏകദേശം 2 ലക്ഷത്തോളം കടബാധ്യത വന്നു. കാരണം ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരാളിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിച്ചിട്ടായിരുന്നു. അങ്ങനെ കടബാധ്യത വന്നിട്ട് ആ കടബാധ്യതയിൽ നിന്ന് എന്ത് ചെയ്യണം തിരിച്ചു കയറാൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. സ്ഥിരമായിട്ട് സ്ഥാപനത്തിലേക്ക് പോകാൻ മനസ്സില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള മടിയാണോ, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്ഷയ സെന്റർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഗതി. പണ്ട് സ്കൂളിൽ പോയ സമയത്ത് ഇന്റർനെറ്റ് കഫേകൾ കണ്ടപ്പം അന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് ആഗ്രഹിച്ചിരുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ലോകമുണ്ട്, ഈ ലോകം ഭയങ്കര രസമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്റർനെറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു 10 വർഷം മുൻപാണ് ഇന്റർനെറ്റിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ, അതായത് 1999, 2000, 2001 ആ സമയങ്ങളിലൊക്കെ ആണ് ഇന്റർനെറ്റിനെ പരിചയപ്പെടുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഇന്റർനെറ്റ് കഫേയിൽ പോവും, CD ഇട്ടിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കാണും. സ്കൂൾ കട്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവും. ആ സമയങ്ങളിൽ ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഗതിയോട്. കാരണം മറ്റു ലോകത്തുള്ള പല സംഗതികളും നമ്മുടെ മുൻപിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കാണാം. പലതും ഭയങ്കര ഒരു വേറെ ലോകമായിരുന്നു. ഗെയിം കളിക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഇറ്റ് വാസ് വെരി പവർഫുൾ ആൻഡ് എന്റർടൈനിങ് ആൻഡ് എക്സൈറ്റിംഗ് ആൻഡ് ഫാസിനേറ്റിംഗ്. അപ്പോൾ ഈ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് എന്താ വെച്ചാൽ ഒരു ഇന്റർനെറ്റ് കഫേ. അവിടെ പോകുമ്പോൾ 40 രൂപ മണിക്കൂറിന്, പിന്നെ ഇത് കൂടി അങ്ങനെയായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നത്. ഗ്ലോബൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിരുന്നു. സ്ഥാപനത്തിന്റെ പേര് അരീക്കോട് ടൗണിൽ തന്നെയുള്ളൊരു ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങിൽ, അവിടെയായിരുന്നു, 1-ാം നിലയിലായിരുന്നു സ്ഥാപനം ഉണ്ടായിരുന്നത്. അവിടെ ഇടയ്ക്ക് പോകും, സ്കൂൾ കട്ട് ചെയ്തിട്ട് പോകും, അവിടുന്ന് സിനിമകൾ കാണും. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളുടെ പ്രത്യേകത ഉണ്ട്. അന്നേ ഇംഗ്ലീഷ് സിനിമകൾ ഒരുപാട് ഫോർവേഡാണ്. ലൈക്ക് ഇംഗ്ലീഷ് ഓഡിയൻസ് ഒരുപാട് ഫോർവേഡാണ്. അമേരിക്കൻ ഓഡിയൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണല്ലോ സിനിമ ചെയ്യുന്നത്. അപ്പോൾ സബ് ടൈറ്റിൽസ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടുന്ന് സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് ഓരോ CD-യിലും. അപ്പോൾ എഴുതി കാണിക്കുന്നതുകൊണ്ട് സിനിമ കാണുമ്പം സബ് ടൈറ്റിൽസ് ഉണ്ടാവും. ആ സബ് ടൈറ്റിൽസ് വായിച്ചു നോക്കും.
എന്നിട്ട് സിനിമ കാണുകയും ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇംഗ്ലീഷ് സിനിമകൾ കണ്ടതിൻ്റെ മറ്റൊരു എഫക്റ്റ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, എനിക്കൊരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വേൾഡ് വ്യൂ കിട്ടിയിട്ടുള്ള, കുറച്ചുകൂടെ ഒരു ഒബ്സർവേഷൻ സ്കില്ലും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാനും ഒക്കെ ആ സിനിമകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അവരെപ്പോഴും കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അപ്പം അതിനോടൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ചുകൂടെ സാധ്യതകളെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച്, വ്യത്യാസങ്ങളെക്കുറിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സിനിമകളോ അല്ലെങ്കിൽ യാത്രകളോ പുസ്തകങ്ങളോ വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശീലിച്ചു പോകുന്ന വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ചിന്തകളും രീതികളും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ അതിൽ നിന്ന് മാറി ചിന്തിക്കാനോ ഒന്നിനെ സ്വീകരിക്കാനോ അവർക്ക് പ്രയാസമുണ്ട്. അവരവരുടെ കംഫർട്ട് സോണിലായിരിക്കും, അവരവരുടെ ഒരു ഫിയർ സോണിലായിരിക്കും. എൻ്റെ മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ അന്നത്തെ കാലഘട്ടം ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ പോയിരുന്നൊരു പയ്യന് അന്നുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്, ഇന്നിപ്പോൾ എനിക്ക് ഓരോ മണിക്കൂറിനും 40 രൂപ അല്ലെങ്കിൽ 50 രൂപ 80 രൂപയൊക്കെ കൊടുക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ, കാര്യങ്ങൾ ഉപയോഗിക്കാൻ എന്ന ഒരു ചിന്താഗതി. അതിനെക്കാട്ടിലും അപ്പോൾ ഞാൻ ചിന്തിച്ചത് 2 ഓപ്ഷനാണ് ഞാൻ ചിന്തിച്ചത്. ഈ ഇന്റർനെറ്റ് കഫേയിൽ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അവിടെ ഇരുന്നിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാമല്ലോ. രണ്ടാമത്തെ കാര്യം ചിന്തിച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേണ്ട, ആ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം. ചിന്തിച്ചത് ഒരു ഇന്റർനെറ്റ് കഫേ തന്നെ സ്വന്തമാക്കാം, സ്വന്തമായിട്ട് ഇന്റർനെറ്റ് കഫേ തുടങ്ങാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സ്വപ്നം മനസ്സിൽ കൊടുത്താണ്. പിന്നെ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. 8ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു. അതും കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ ഡിഗ്രിക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനിടയിലൊരു എന്താ പറയുക, പ്രണയമുണ്ടായി. അങ്ങനെ ഡിഗ്രി എല്ലാം വേണ്ട രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിവേ എന്തായാലും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആണ് ഈ ഒരു ഇന്റർനെറ്റ് കഫേ പ്ലസ് ആദ്യത്തെ സംരംഭമായിട്ട് ഞാൻ എന്താണോ 8ാം ക്ലാസ്സിൽ നിന്ന് വിഷ്വലൈസ് ചെയ്തത്, ആഗ്രഹിച്ചത്, അത് തന്നെ എൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം. ഈ ഒരു സ്റ്റോറി ഞാൻ പറയുമ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട അടുത്തൊരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ മനസ്സിലേക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു വെച്ചിട്ടുള്ളത്, അത് ജീവിതത്തിൽ സംഭവിക്കും. എക്സാക്ട്ലി സംഭവിക്കും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരും. അന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ആ പയ്യൻ, ആ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന, ഈ സ്കൂളിൽ പഠിക്കുന്ന, ഇങ്ങനെ ഒരു സാധനം സ്വന്തമാക്കണം. എൻ്റെ കാരണം എന്താണ്? ഒന്നുമില്ല, അവിടെ ഇരുന്നിട്ട് ഫുൾ ടൈം ഇന്റർനെറ്റ് കളിക്കാലോ, അല്ലെങ്കിൽ ഫുൾ ടൈം ഇന്റർനെറ്റിൽ സർഫ് ചെയ്യാലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഗെയിം കളിക്കാലോ, ഈ ചിന്തയാണ്. അത് അന്ന് കൊടുത്തിട്ടതാണ്. പക്ഷെ ലൈഫിൻ്റെ ഒരു പോയിന്റിലെത്തിയപ്പോൾ പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴൊന്നും എനിക്കിത് മനസ്സിലാവുന്നില്ല. അത് സംഭവിച്ചു, ഞാൻ ഭയങ്കര സന്തോഷവാനായി. പക്ഷെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് മെയിനായിട്ട് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഗോള് നേടി. ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഗോളിൽ ഞാൻ എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് വാസ് മൈ ഗോൾ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഗോൾലെസ് ഗോളുണ്ട്. എഴുതി വെക്കപ്പെടാത്ത ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്യും. ദർ ഇസ് എ ഗോൾലെസ് ഗോൾ. എഴുതി വെക്കുന്ന ഗോളുകൾ നമുക്ക് നല്ല ലൈഫിലേക്ക് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാണെങ്കിൽ ആ മാറ്റങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അച്ചീവ് ചെയ്യാം. ഇത് എഴുതി വെക്കാത്തവർക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതൊരു വ്യക്തിക്കും സംഭവിക്കുന്ന മറ്റൊരു സംഗതിയാണെന്ന് വെച്ചാൽ, ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും. അത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ലൈഫാണ്. അതിലെ പ്രശ്നങ്ങളല്ല ഞാൻ പറഞ്ഞു, അതിൽ കുറേ സുഖങ്ങളുണ്ട് ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിൽ.
ഇല്ലയോ? കുറെ കംഫർട്ടുണ്ട്. ഈ സ്ഥലത്ത് എത്തിച്ചേരുക, ഈ ഒരു സംഗതിയിൽ നിൽക്കുക, ഇങ്ങനെയുള്ള കംഫർട്ടുകൾ നിങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി വേണമായിരുന്നു, ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചു. മനസ്സ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, നെസസിറ്റി ആവുന്ന രൂപത്തിൽ മനസ്സിന് ആത്മാർത്ഥമായ പ്രയോറിറ്റി വരുന്ന ഒരു സംഗതി, അതിനാണ് പറയുന്നത് നെസസിറ്റി. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നെസസിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുക. എന്ത് കാര്യങ്ങൾ എടുത്ത് നോക്ക്. നിങ്ങൾ ആഗ്രഹിച്ച വാഹനം നിങ്ങൾ വാങ്ങിയില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച, അത് ചെറുതായിരിക്കാം, ആഗ്രഹിച്ച ബൈക്ക് വാങ്ങിച്ചില്ലേ? ആഗ്രഹിച്ച ഒരു ചെറിയൊരു കാർ വാങ്ങിച്ചില്ലേ? ആഗ്രഹിച്ച വീട് നിങ്ങൾക്ക് ലഭിച്ചില്ലേ? നിങ്ങളൊരു വീട് ആഗ്രഹിച്ചു, ആ വീട് എങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് ഒരു വീട് കിട്ടി. നിങ്ങൾ സ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് സ്കൂളിൽ പഠിച്ചു. നിങ്ങൾക്ക് എത്ര വ്യക്തത ഉണ്ടായിരുന്നുവോ അത്ര വ്യക്തതക്കനുസരിച്ച് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ മൈൻഡിന്റെ മാജിക് ഇതാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എന്ത് ചെയ്യും, സംഭവിക്കും. ഒരു ഗോൾലെസ് ഗോൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഗോൾ ലെസ് ഗോൾ, അത് ഗോളായിട്ട് എഴുതി വെക്കേണ്ട നമ്മുടെ ഉള്ളിൽ ഉള്ള കുറെ ഗോളുകളുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും സാധാരണക്കാർക്ക് ലഭിക്കുന്നത് ഗോൾലെസ് ഗോൾ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർ ചെയ്ത കാര്യങ്ങളാണ്. അത് പക്ഷെ ലഭിക്കുന്നത് സിറ്റുവേഷനിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവർ ഇട്ടുകൊടുത്ത ഗോളുകൾ, അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടായ ഗോളുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടായ ഗോൾ, നമ്മളായിട്ട് തീരുമാനിച്ച് എഴുതിയ ഗോളുകളല്ല. ഒരു സാഹചര്യത്തിന്റെ പ്രഷർ മൂലം ഉണ്ടായ ഗോളുകളാവാം ചിലത്. ചില വ്യക്തികൾ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണം, മറ്റുള്ളവരെ പ്രോഗ്രാം ചെയ്ത് തന്നിട്ടുള്ള ഗോളുകൾ. മറ്റുള്ള സംഗതി എന്താണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു ഹോബി രൂപത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചത്, ഗോൾലെസ് ഗോൾ എന്ന് പറയും. ഇത്തരത്തിലുള്ള ഗോളുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ അത് ഇത്രയേ ഉള്ളൂ, അത് നമ്മൾ അച്ചീവ് ചെയ്യും. ഈ ഗോൾലെസ് ഗോൾ അച്ചീവ് ചെയ്യുന്നത് പോലെ നമ്മുടെ എഴുതി വെക്കപ്പെട്ട, നമ്മളായിട്ട് മനഃപൂർവ്വം റൈറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ ആ ഗോൾലെസ് ഗോൾ പോലെ മനസ്സിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടണം. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ അച്ചീവ് ദാറ്റ്. അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. വൺ ഡേ ഐ വാണ്ട് ദാറ്റ്. നിങ്ങൾ ഇത്രയും കാലം ട്രാവൽ ചെയ്ത് വന്നത് നോക്കിയേ, അതിലധികവും നിങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ഇതിലൂടെ ആയിരിക്കും ചിലപ്പോൾ അധിക സിറ്റുവേഷനിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം. കാരണം നിങ്ങളത് ആഗ്രഹിച്ചിരുന്നു, നിങ്ങളത് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ അതിന് വേറെ കുറെ പ്രശ്നങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറെ പോരായ്മകളും പരാതികളും ഒക്കെ ഉണ്ട്. പക്ഷെ ലഭിക്കുന്നത് വരെ നിങ്ങളുടെ സ്വഭാവം അതല്ലായിരുന്നു. ശരിയാണോ? എനിക്കൊരു കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു, എനിക്കൊരു അല്ലേ, നമ്മൾ ആഗ്രഹിച്ചിട്ട് അവസാനം കല്യാണം വന്നു, കല്യാണം ഉണ്ടായി, എല്ലാവരും ഭയങ്കര ആഘോഷിച്ചു അല്ലേ, ഭയങ്കര സന്തോഷം, ഫോട്ടോഷൂട്ട്, വെഡിങ്, അത് ഇത്, ഫ്രണ്ട്സ്, മൈലാഞ്ചി ഇടല്, അങ്ങനെ ഇങ്ങനെ, ഹൽദി, അത് ഇതെല്ലാം ആഘോഷം, അടിപൊളി, എൻജോയ്ഡ് ഇറ്റ്. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 6 മാസം, 1 വർഷം, 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ച് ലഭിച്ചതാണ്. അതേ ആഗ്രഹത്തിന് ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഒരു ഡിഫറെന്റ് ആൻഡ് ബെറ്റർ ലൈഫ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ദ തിങ് ഈസ് ലൈക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്താ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ ബാക്ക് ടു 2011 വരുമ്പം സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു. കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഞാനൊരു മാഗസിൻ പോയിട്ട് വാങ്ങണം. മാഗസിൻ്റെ പേര് സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിനാണ്. ഐ തിങ്ക് മാതൃഭൂമി ആണോ മനോരമയാണോ എന്നറിയില്ല അതിൻ്റെ പബ്ലിഷേഴ്സ്. അങ്ങനെ ഞാൻ അത്തരത്തിലുള്ള മാഗസിൻസ് വായിക്കാറുണ്ടായിരുന്നു. സമ്പാദ്യം, എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ വലിയ ആൾക്കാർ വായിക്കുന്ന ബുക്കുകളല്ലേ സമ്പാദ്യം. കാരണം ഞാൻ അന്ന് ചെറിയൊരു പയ്യനാണ്, വലിയ ആൾക്കാർ വായിക്കുന്ന ബുക്കുകൾ, വലിയ ആൾക്കാർ, എൻ്റെ ചിന്തകൾ അന്നേ ഒരു 15 വർഷം മുന്നേക്കായിരുന്നു. അതായത് എന്നോട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നീ എന്തിനാ ഷാഫി ഇങ്ങനെ വലുതായി ചിന്തിക്കണേ? ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിക്ക്. നീ എന്താ ഒരു 45 വയസ്സുള്ള ഒരാളെ പോലെയൊക്കെ ചിന്തിക്കുന്ന സംസാരിക്കുന്നു? നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അപ്പൊ അതൊരു ഒരു 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 വളരെ മോശം ബിഹേവിയർ. എനിക്കറിയില്ല, അന്നേ ഐ വാസ് തിങ്കിങ് അഡ്വാൻസ്, ഐ വാസ് തിങ്കിങ് ഡിഫറെന്റ്, ഐ വാസ് തിങ്കിങ് അത് എൻ്റെ അറ്റൻഷൻ സീക്കിംഗ് പ്രശ്നമായിരുന്നു എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കാം. കാരണം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാകണം, അല്ലെങ്കിൽ ഞാൻ ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയിൽ നിന്നുണ്ടാവുന്നതാണോ ട്രോമയിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വാസ് തിങ്കിങ് നോർമലായിട്ട് ആൾക്കാർ തിങ്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് തിങ്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ പിന്നീട് ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് 2011 യങ്ങായിരിക്കുന്ന സമയത്ത് പോലും കോളേജിൽ നിന്നൊക്കെ പഠിച്ചു കഴിഞ്ഞിറങ്ങി കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആതെ 1-2 വർഷം വേസ്റ്റ് ആയിട്ട് ഈ ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേ അവസ്ഥ. ഇത്തരത്തിലുള്ള ബുക്കുകൾ വായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അന്ന് എനിക്കൊന്ന് 21 വയസ്സ് 22 വയസ്സ് കണ്ടിട്ടുള്ളൂ. ബുക്കുകൾ വായിക്കുന്നു. ഈ ബുക്കുകൾ വായിച്ച് അപ്പോഴാണ് ബുക്കിൽ ഒരു പരസ്യം കാണുന്നത്. ഡോക്ടർ പി വിജയൻ സാറിൻ്റെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് പരസ്യം, ഡു യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറഞ്ഞു. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, എന്താണ് സംഗതി. നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് അടിച്ചു. എനിക്കറിയില്ല. എൻ്റെ മുൻപ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ ആരാണ്, ഞാൻ എന്താ, എൻ്റെ കഴിവുകൾ എന്താ എന്നുള്ള ചോദ്യം. നമ്മളെല്ലാവരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത്. യു ഷുഡ് ആസ്ക് യുവർ സെൽഫ് ഹൂ യു ആർ. നിങ്ങൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ബിസിനസ്സാണ്. പക്ഷേ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് കോൾ സെൻറ്റർ ജോബായിരുന്നു. ആ കോൾ സെൻറ്റർ ജോബ് കിട്ടുന്നതിന് മുൻപ് ഞാൻ ഐ മീൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി കേട്ടോ പറയുന്നത്. അതിനു മുൻപ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ വീടിനോട് ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ വീട് ഒരു പഴയ വീടായിരുന്നു, ഓടിട്ട വീട്. അതിൻ്റെ പല ഭാഗങ്ങളും മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള കട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് പണിതിരുന്ന പഴയ കാലത്തൊരു വീടാണ്. അതിന് കുറച്ച് റൂമുകളൊക്കെ ഉണ്ടാക്കി അതിന് ചുറ്റും റോഡ് സൈഡിൽ തന്നെയാണ്. അതിനോട് ചേർന്നുകൊണ്ട് ഫാദർ ചെറിയൊരു കടമുറി ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മുറികളായിട്ട്, ഒന്ന് കുറച്ച് വലുതും ഷട്ടർഡ് ഭാഗത്തിലില്ല, അത്ര ഹൈറ്റ് ഇല്ല. അപ്പം ചെറിയ 2 കടകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്രയും കഴിയുമായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അതിട്ട് അവിടെ ഫാദർ ഒരു ബേക്കറി കൂൾ ബാർ എന്ന് പറയുന്നൊരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. വളരെ ചെറിയ കടയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിന് അത് ഏൽപ്പിച്ചു കൊടുത്തു. ബ്രദർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് പോയി. ആ സമയത്ത് ഫാദർ ആണ് നോക്കി നടത്തുന്നത്. ഫാദറിനെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഡിഗ്രി കോളേജിൽ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാദറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് സിസ്റ്റേഴ്സ് പറയുന്നു. ഞാൻ ഡിഗ്രി പഠനം എന്ത് ചെയ്യുന്നു, അവർക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇമ്പോർട്ടൻസ് ഡ്രോപ്പ് ചെയ്യുന്നു. ഞാൻ നേരെ കടയിൽ നിൽക്കുന്നു. അതായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നുള്ള, അല്ലെങ്കിൽ അതിനു മുൻപും വീട്ടിൽ നിന്ന് ജോലികളുണ്ട്, പക്ഷേ ഈ ഒരു ചെറിയൊരു കടയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു ആ കടയിൽ. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ദൂരേക്ക് ഓപ്പോസിറ്റിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് 1980കളിൽ കട സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളെയാണ് കാണുന്നത്. അയാളെ നോക്കുമ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അയാള് ഏറിപ്പോയാൽ ഞാൻ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമ്മുടെ ഈ കടയിൽ നിന്നാൽ ഞാൻ ആകാൻ പോകുന്ന മാക്സിമം അയാളാണ് എന്നൊരു ചിന്ത എൻ്റെ മൈൻഡിലേക്ക് വന്നു. ഉടനെ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, എന്ത് ചെയ്യണമെന്നറിയില്ല, ഞാൻ ചിന്തിച്ചാലോചിച്ചു. അപ്പോൾ അന്ന് ഈ മനോരമ പത്രങ്ങളിൽ അവസരങ്ങൾ എന്ന് പറഞ്ഞ പേജുണ്ട്, ബുധനാഴ്ച. അത് ഭയങ്കര രസമായിരുന്നു വായിക്കാൻ. ഓരോ ജോലി അവസരങ്ങൾ ഇങ്ങനെ കാണാം. ഞാൻ ചുമ്മാ നോക്കുമായിരുന്നു, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ചുമ്മാ നോക്കി അവസരങ്ങൾ. ആ പേജിൽ കണ്ടു കോൾ സെൻറ്റർ ഏജൻസിനെ ആവശ്യമുണ്ട്. +2 കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല, +2 ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കുമ്പോൾ +2 വിദ്യാഭ്യാസം മതി, ഫ്രഷേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. നേരെ വണ്ടി കയറി കൊച്ചിയിൽ നിന്ന് അവിടുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെന്നിരുന്ന ഉടനെ തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു, when did you come എന്ന് ചോദിച്ചു. എന്നാ വന്നേ? എൻ്റെ വെപ്രാളം കൊണ്ട് ഞാൻ പറഞ്ഞു ടുമോറോ.
നാളെ നായിപ്പോയി. എന്നോട് പറഞ്ഞു പുറത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തിരുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ വിളിക്കുക, ഞങ്ങൾ വിളിക്കുക, നിങ്ങൾ യു ക്യാൻ ഗോ ഔട്ട് സൈഡ്, വി വിൽ കോൾ യു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് വെച്ചാൽ ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ കൗണ്ടറിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, എന്നെ വിളിക്കുന്നൊന്നുമില്ല. ഞാൻ കൗണ്ടറിൽ പോയിട്ട് പറഞ്ഞൊരു അവരെന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. രാവിലെ തുടങ്ങിയതാ, 10:10 പോയതാ, ഫസ്റ്റ് തന്നെ ഇൻ്റർവ്യൂവിന് പോയതാ ഇന്ന് രാവിലെ നേരത്തെ. എന്നിട്ട് വൈകുന്നേരം 6 മണി വരെ ഞാൻ അവിടെ ഇരുന്നു. ഇരുന്നതിന് ശേഷം അവിടുന്ന് വൈകുന്നേരം സെലക്ട് ചെയ്ത ആൾക്കാരുടെ പേര് വിളിച്ചു, ബാക്കിയുള്ളവരോട് പോകാമെന്ന് പറഞ്ഞു. അപ്പം സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേര് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് പോകാത്തതുകൊണ്ടാണ് പലരും അവിടുന്ന് പോകുന്നുണ്ടായിരുന്നില്ല. ഇത് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. ഇവർ വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സെലക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ഔട്ടാണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല, കാരണം ഉറപ്പല്ലേ. എന്നാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ടുമോറോ എന്ന് പറഞ്ഞ ഒരാളെ അവർ സെലക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജോലി അവിടെ നഷ്ടപ്പെട്ടെങ്കിലും അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്ത വഴി ആലോചിച്ച് എന്ത് ചെയ്യും. എപ്പോഴും അങ്ങനെ ഒരു തോട്ട് പാറ്റേൺ ഉണ്ടായിരുന്നു എനിക്ക്, എന്ത് ചെയ്യും അടുത്തത്, നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, എന്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ഐഡിയ ഉദിച്ചു, നേരെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ ഒരു പത്രമൊക്കെ ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ കോൾ സെൻറ്റർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഗതി കാണുന്നുണ്ട്. ആ കോൾ സെൻറ്റർ ട്രെയിനിങ് പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവ്യൂ 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഒരു തരും. കോൾ സെൻറ്ററിന് വേണ്ടിയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. ആ സംഗതികൾ കേട്ടിട്ട് എനിക്ക് മനസ്സിലായി ആ ട്രെയിനിങ്ങിന് ഇപ്പോൾ ചേരാം. കയ്യിൽ ക്യാഷൊന്നുമില്ല, അധികം ക്യാഷൊന്നുമില്ല, യാത്രക്കും സംഗതികൾക്കും ഉള്ള ക്യാഷ് മാത്രമേ ഉള്ളൂ, കോഴ്സിനൊന്നും കൊടുക്കാനുള്ള ക്യാഷൊന്നുമില്ല. പക്ഷെ എന്തായാലും ഞാൻ കളവ് പറഞ്ഞു. കളവ് വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ട്, ഇനി ട്രെയിനിങ് പീരീഡ് ആണ്. കാരണം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മുൻപിൽ കാണുന്നത് എന്താണ്, ആ കടയാണ്, ചെറിയ കട, അവിടെ ലോക്കായി നിൽക്കും. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിലാണ്, ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, ട്രെയിനിങ്ങിലാണ്, നിങ്ങൾ എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അനുവദിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ നിൽക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. എനിക്ക് വരാൻ പറ്റൂല, ഞാൻ കമ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു സംഗതിയില്ല. അങ്ങനെ അവസാനം അങ്ങനെ നിന്നു. അവിടെ നിന്നിട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോയി, പഠിച്ചു. ഇൻ്റർവ്യൂ 15 ദിവസം കഴിഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. 9 റൗണ്ട് കഴിഞ്ഞു. ഫൈനലി ഞാനവിടെ സെലക്റ്റായി. സെലക്ട് ആവുന്നതിന് മുൻപ് അവരെന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളിതിന് മുൻപ് സെലക്ട് ചെയ്യാതെ പറഞ്ഞു വിട്ടതാണല്ലോ, വീണ്ടും ഞങ്ങൾ സെലക്ട് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ വീണ്ടും വരും. വീണ്ടും ചോദിച്ചു, വീണ്ടും സെലക്ട് ചെയ്യാതെ വിട്ടാലോ? ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. വീണ്ടും ചോദിച്ചു, വീണ്ടും വിട്ടാലോ? എനിക്കിവിടെ ജോലി കിട്ടിയിട്ടേ ഞാൻ ഇവിടെ അടങ്ങുള്ളൂ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്. ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് മൺഡേ തന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ അവിടെ ജോയിനിങ് ആയി, കാര്യങ്ങളായി. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ. അവിടുന്ന് പക്ഷേ ഒരു 6-7 മാസം വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ മൈൻഡിലൊരു സാധനം വന്നു, ആക്ച്വലി ഇതല്ല എൻ്റെ ജോബ്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ ജോബ് ഓക്കെയാണ്. പക്ഷേ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ട്, ദിസ് ഇസ് നോട്ട് മൈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതല്ല, എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വേറെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ആദ്യം കോൾ സെൻറ്റർ കിട്ടിയ സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ ബോർഡിന് മുൻപിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയും ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. നമ്മുടെ പ്ലസ് പോയിന്റ് എന്താണ്, നമ്മുടെ സ്കില്ലുകൾ എന്താണ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പഠിപ്പിച്ചു തന്നിരുന്നു. ആ ചോദ്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു. എൻ്റെ കഴിവെന്താ, എൻ്റെ കാര്യങ്ങളെന്താ. ആ ചിന്തയിലേക്ക് എനിക്ക് വേറൊരു സംഗതി കൂടെ വന്നു. കുറേ ചെറുപ്പത്തിൽ ഞാനൊരു പുസ്തകം വായിച്ചിരുന്നു. ആ പുസ്തകത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ജീവിതം എന്ന് പറയുന്നത്, ഇതിൽ കഥാപാത്രം പറയണം, ഈ ജീവിതം എന്ന് പറയുന്നൊരു നാടകമാണ്. ഈ നാടകം രചിച്ചിരിക്കുന്നത് ദൈവമാണ്. ഈ ദൈവം ഈ രചിച്ചിരിക്കുന്ന ഈ നാടകത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു റോളുണ്ട് എന്ന് അദ്ദേഹം പറയാം, കഥാപാത്രം. അപ്പോൾ ആ കഥ എന്നെ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ സംഗതി ഉണ്ടോ, വളർന്നു വലുതാകുമ്പം അതെങ്ങനെ മനസ്സിലാക്കുക, നമ്മുടെ കഴിവെന്ത്, നമ്മുടെ റോൾ എന്താ.
ഈ കോൾ സെന്റർ ട്രെയിനിങ്ങും പണ്ട് വായിച്ച കഥയിൽ ഈ സംഗതിയും തമ്മിൽ കണക്റ്റഡ് ആയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ചിന്ത വരാൻ തുടങ്ങി. കാരണം ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ കണക്ട് ചെയ്യുക. കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് അതിന് പറയാം. ആൻഡ് ഇറ്റ് കണക്ട്സ്, ഓൾവേസ് കണക്ട്സ് ബാക്ക്വേർഡ്. നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും സംഗതികളിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ കണക്ട് ആവും, മെമ്മറിയിലുള്ള സംഗതികളുമായിട്ട് കണക്ട് ആവും. അങ്ങനെ ഈ ഒരു തോട്ടുമായിട്ട് കണക്റ്റഡ് ആയി. അങ്ങനെ ഞാൻ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് ഞാൻ ഇന്റർനെറ്റ് കഫേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും ബിസിനസ് ഡൗൺ ആകുമ്പോൾ ഈ തോട്ടം 3 കണക്ട് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യും? അതിലേക്കാണ് വിജയൻ സാറിന്റെ പരസ്യം കാണുന്നത്. ഡു യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രെയിനർ? ആ ഒരൊറ്റ തോട്ട് എൻ്റെ മൈൻഡിലേക്ക് എന്ത് കൊടുത്തു? ഒറ്റയടിക്ക് പഴയ 2 സാധനങ്ങൾ അങ്ങോട്ട് കണക്റ്റഡ് ആയി. ഇതാണല്ലോ ഞാൻ, എനിക്ക് വേണ്ടത് ഇതാണല്ലോ, എനിക്ക് ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, എനിക്ക് ട്രെയിനർ ആകാമല്ലോ, എനിക്ക് എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്. ശരിക്കും ഇന്റർനെറ്റ് കഫേ അല്ല തുടങ്ങേണ്ടിയിരുന്നത്. ഇന്റർനെറ്റ് കഫേ തുടങ്ങാൻ കാരണം എന്താ? അല്ലെങ്കിൽ അക്ഷയ സെന്റർ തുടങ്ങാൻ കാരണം എന്താ? +1 ഡിഗ്രി, സോറി, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ആഗ്രഹമാണ്. പക്ഷെ അതെന്നെ എന്തിലേക്ക് എത്തിച്ചു? എനിക്ക് ആ ഇന്റർനെറ്റ് കഫേയിൽ നിന്ന് കംപ്ലീറ്റ് ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് റിസർച്ച് ചെയ്യാൻ പറ്റി. ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, വിജയൻ സാർ എങ്ങനെയാണ് പ്രോഗ്രാം, അദ്ദേഹത്തിന്റെ വീഡിയോസ് മൊത്തം യൂട്യൂബിൽ ഇരുന്ന് കാണാൻ തുടങ്ങി. ലൈക്ക് കംപ്ലീറ്റ്ലി എന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചു. ഉടനെ തന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിളിയൊന്നും അല്ല. ഞാൻ വിളിക്കുക അവരെടുക്കൂല. ഒരു 50ഓളം കോൾ തന്നെ ചെയ്തിട്ടുണ്ടാവും ഇരുന്ന ഇരിപ്പിൽ. അത്രയ്ക്കും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇയാള് വിളിച്ചാണ്ട് ഇയാളുടെ അസിസ്റ്റന്റ് നമ്പറാണ്. അപ്പൊ ഇദ്ദേഹം വിജയൻ സാറിന് അന്ന് അസിസ്റ്റന്റ് ആയിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഓഫീസിൽ കുറച്ച് സ്റ്റാഫ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇദ്ദേഹമാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. സുദർശൻ എന്ന പേര്. അപ്പൊ പുള്ളിക്കാരന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി അവിടെ ഹാളിൽ വിജയൻ സാറിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് കൊടുക്കുന്നു. അപ്പോഴൊക്കെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുക. നോട്ട്സ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോഴാണ് ആൾക്കാരുടെ രജിസ്ട്രേഷൻ കാര്യം എന്റെ കോള് പോകുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ കോള് വിളിക്കല്, ഇയാളത് അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം ബ്രേക്ക് ടൈമിൽ ഇയാൾ വിളിച്ചിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിരുന്നത്. അയാൾ എന്നെ കട്ട് ചെയ്താലും ഞാൻ തിരിച്ചു വിളിക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ സംഗതിയൊന്നുമില്ല, എനിക്ക് അത് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു മാനേഴ്സിനെ കുറിച്ച് അറിയില്ല. എനിക്ക് എന്താ കോള് കിട്ടാത്ത, എന്റെ പ്രശ്നം അത്ര ഉണ്ടായിരുന്നു. എനിക്ക് ഈ സംഗതിയെ കുറിച്ച് അറിയണം. സോ അത്രയ്ക്കും ഡ്രൈവ് ആയിരുന്നു, അത്രയ്ക്കും പാഷനേറ്റ് ആയിരുന്നു. അപ്പം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കുന്നത്, ഞാൻ കട്ട് ചെയ്തതല്ലേ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഇയാൾ ചൂടായി എന്നോട് ആദ്യത്തെ കോളിൽ തന്നെ. ഞാൻ ആകെ തകർന്നു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പണി വാളിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ട്രെയിനിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയേണ്ടിയിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യും, സാറിൻ്റെ വെബ്സൈറ്റിൻ്റെ നമ്പർ തരാം, വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് തരാം, അതിൽ കുറച്ച് സെർച്ച് ചെയ്തോ, ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തോ. ആൻഡ് വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. എത്ര ഫീസ് ചോദിച്ചു? 1,12,000 രൂപ. അടിപൊളി. ട്രെയിനർ ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കയ്യിലാണെങ്കിൽ 2,200 രൂപ ഇല്ല എടുക്കാൻ. ആകെ ഉള്ളത് പോക്കറ്റ് നോക്കൂ 2,200 രൂപ, 1,20,000 രൂപ. ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട് സകല ഹോപ്പും പോയി. അങ്ങനെ സംഗതിക്ക് ചാൻസ് ഇല്ല. എന്ത് ചെയ്യും? റൈഡിങ് കിട്ടുന്നില്ല. എനിവേ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു, വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, സാറിനൊന്ന് കാണാൻ പറ്റുമോ? പിന്നെ എൻ്റെ ചോദ്യങ്ങൾ അതാ, പ്രോഗ്രാമൊന്നും എനിക്ക് വേണ്ട, പിന്നെ സാറിനെ കാണാൻ പറ്റുമോ, എനിക്ക് നിങ്ങളൊന്നും കാണാൻ പറ്റുമോ, പരിചയപ്പെടാൻ പറ്റും. അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, 1000 രൂപയേ ഉള്ളൂ, ഒരു ഇൻട്രൊഡക്ഷൻ വർക്ക്ഷോപ്പാണ്, എറണാകുളത്താണ്. അപ്പോൾ അതൊരു ഫുൾ ഡേ സെഷൻ പോലെ സാർ ഒരു ഓറിയന്റേഷൻ സെഷൻ വെച്ചതായിരുന്നു. എന്താണ് മൈൻഡ് പവറിന്റെ സാധ്യതകൾ, കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലോ. ഞാൻ കിട്ടിയ ചാൻസിൽ 1000 രൂപയല്ലേ, ഞാൻ നേരെ ബുക്ക് ചെയ്തു, പ്രോഗ്രാമിന് പോയി. അവിടെ ചെന്നിരുന്നു. ഒരു യു ഷേപ്പിൽ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഹോട്ടലിലേക്ക് എത്തുന്നത് ഏകദേശം ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരവിടെ ഉണരുന്നതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. 5 മണിക്ക് എറണാകുളത്ത് എത്തി. 5 മണി 4 മണിൻ്റെ അവിടെ എത്തി. ശരിക്കൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറക്കൊന്നും വരുന്നില്ല. കാരണം അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണ്, അതാണ് നിങ്ങളുടെ സ്വപ്നം. ഉറക്കൊന്നും വരുന്നില്ല. മഴ നനഞ്ഞ് കുളിച്ചൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ അവിടേക്ക് ചെന്ന് അവിടെ ചെന്നിരുന്നു. അപ്പൊ അവിടേക്കും നല്ല മഴ പെയ്തതുകൊണ്ട്, ഓഗസ്റ്റ് മാസമായിരുന്നു, നല്ല മഴ പെയ്തതുകൊണ്ട് ഈ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകുന്ന റോഡും വഴിയും ഒക്കെ വെള്ളമായിരുന്നു, മുട്ടിനേറ്റ വെള്ളം. പാൻ്റൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ, അവിടെ ചെന്നിരിക്കുമ്പോൾ
വലിയ വലിയ ആൾക്കാർ, ഞാനൊരു സാധാരണ പയ്യൻ, ഒന്നും അറിയാത്തൊരു പയ്യൻ, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുന്നു. അപ്പം 10 മണിക്ക് സെഷൻ ആരംഭിക്കുന്ന പറഞ്ഞത്. അപ്പോൾ 9:30-ക്ക് രജിസ്ട്രേഷനാണ്. ഞാൻ 9 മണിക്ക് 7 മണിക്ക് എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ. അങ്ങനെ അവിടെ ചെന്നിരുന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക, പ്രോഗ്രാം നടക്കൂലേ നടക്കൂലേ, ഇയാൾക്ക് പിന്നെയും സ്വസ്ഥതയില്ലേ. അപ്പോൾ അതാണ് ബേണിംഗ് ഡിസയർ. പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ അവരെന്നെ നോട്ട് ചെയ്തു. നിങ്ങളൊന്ന് സമാധാനപ്പെടും, ഞങ്ങളവിടെ വരും, പ്രോഗ്രാം എന്തായാലും നടക്കും. 7 മണിക്ക് അവിടെ ചെന്നിരുന്നിട്ട് വിളിക്കുകയാണ്. ആക്ച്വലി അവർ 8:30 വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള വൃത്തിക്ക് ചെയ്യുന്നവരാണ്. അവരവിടെ വന്നു, പ്രോഗ്രാം സെറ്റ് ചെയ്തു. ഞാനവിടെ ചെന്നിരുന്ന് നോക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ പ്രൊഫസർമാർ, ലൈക്ക് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വലിയ വലിയ രീതിയിലുള്ള ആൾക്കാർ. അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് എന്നോട് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് 1.5 മണിക്കൂറായിട്ടു. എൻ്റെ മൈൻഡ് ശരിക്കും അങ്ങോട്ട് കിളിപാറി. കിളിപാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോളജ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവിടുന്ന് അങ്ങോട്ട് തീരുമാനിച്ചതാണ് ടു ബിക്കം എ ട്രെയിനർ. അതിനുശേഷം ഡോക്ടർ വിജയൻ സാർ നമ്മളോട് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗോൾ സെറ്റ് ചെയ്യണം, ഇന്ന സംഗതികൾ സെറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി, അതൊക്കെ വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വെക്കണം സംഗതികൾ. അവിടെ നിന്നിട്ട് ഞാൻ ആഗ്രഹിച്ചതും സംഗതികളെല്ലാം എൻ്റെ ഗോൾലെസ് ഗോൾ പോലെ അതെല്ലാം ആയി മാറുകയും അതെല്ലാം അച്ചീവ് ചെയ്യുകയും ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ആഗ്രഹിച്ച വാഹനം വാങ്ങിച്ചു, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു, ഞാൻ കാണാൻ ആഗ്രഹിച്ചത്, അനുഭവിക്കാൻ ആഗ്രഹിച്ചതൊക്കെ എന്നിലേക്ക് വന്നു, അതിനുള്ള സൗകര്യങ്ങളുണ്ടായി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. ഈ സ്റ്റോറി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അവിടുന്ന് 2011 ഡോക്ടർ പി പി വിജയൻ സാറെ കാണുമ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ സെറ്റ് ചെയ്തത് 10 വർഷം കൊണ്ട് എനിക്കൊരു ഇന്റർനാഷണൽ ട്രെയിനറാണ്. എനിക്ക് 1 വർഷം കൊണ്ടാകാൻ കഴിയില്ല, 2 വർഷം കൊണ്ടാകാൻ കഴിയില്ല, 3 വർഷം കൊണ്ട്, അല്ല 5 വർഷം കൊണ്ടാകാൻ കഴിയില്ല എന്നാണ് എൻ്റെ അന്നത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രേ കഴിയുള്ളൂ. വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ ചിന്തിച്ചത്. വേണ്ട, 10 വർഷം ഉണ്ടല്ലോ, അന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചത്. 10 വർഷം കൊണ്ട് എനിക്ക് ഇന്റർനാഷണൽ ട്രെയിനർ ആയാൽ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, 3.5 വർഷമായപ്പോഴേക്ക് തന്നെ 7 രാജ്യങ്ങളിൽ പോയിട്ട് യാത്ര ചെയ്ത് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. തീവ്രമായ 10 വർഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആഗ്രഹം തീവ്രമായിരുന്നു. ആവണം 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 ആവണം, ഇതന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു സമയത്ത് വളരെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ജ്യേഷ്ഠൻ്റെ ബൈക്കാണ്, പൾസറാണ്, ബജാജ് പൾസർ. അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ട്രെയിനർ ആവണം ട്രെയിനർ ആവണം ട്രെയിനർ ഇതന്നെ പറഞ്ഞുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ ആവേശം മൂത്തിട്ട് ആക്സിലേറ്റർ സ്പീഡ് കൂടി പോയിട്ടൊരു പാണ്ടിലോറിക്ക് പോയിട്ട് അങ്ങ് ഇടിച്ചു. എൻ്റെ കൈയൊക്കെ പൊട്ടി. അങ്ങനെ അതുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് എവിടെ പോണത്, നമ്മുടെ അമേരിക്കയിൽ നിന്ന് 2014 ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ ആവേശം തീർന്നിട്ടില്ല. അപ്പം പോയിട്ട് വണ്ടി ഇടിച്ചിട്ട് ഹോസ്പിറ്റലിലെ ഞാൻ ഇങ്ങനെ വണ്ടി ഇടിച്ചിട്ട് വീണ് കിടക്കുമ്പോൾ കൈമന്ന് ഞരമ്പ് പൊട്ടിയിട്ട് പമ്പ് ചെയ്ത് ഇങ്ങനെ ബ്ലഡ് വരുന്നു. ഇത് നോക്കുമ്പോൾ നീ എന്താടാ കാണിച്ചതെന്ന് ചോദിച്ച് ആര്, എന്നെ എടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ. എൻ്റെ മൈൻഡിൽ അപ്പോഴും ഇവരോട് പറയാൻ പറ്റുമോ, എനിക്ക് ട്രെയിനറാവണം ഇവര് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെന്നെ കൊണ്ടുപോയിട്ട് ഒരൊറ്റ പോക്കാണ് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ ചെന്ന് നിർത്തിയിട്ട് അവിടെ എന്നോട് ഏകദേശം എനിക്ക് അതിന്റെ പിറ്റേന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട്. പിറ്റേന്ന് കണ്ടിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ പ്രോഗ്രാമാണ്. 2 ദിവസം കഴിഞ്ഞ പ്രോഗ്രാമാണ്. അപ്പം അതിന്റെ നെക്സ്റ്റ് ഡേ എനിക്ക് ബാംഗ്ലൂർക്ക് എത്തണം. ഞാൻ കൈയൊക്കെ കെട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം അഡ്മിറ്റ് പറഞ്ഞ് കിടക്കുകയാണ്. ഇത് ഞരമ്പാണ്, ഇത് കെട്ടിയതാണ്, അത് പ്രോപ്പറായിട്ട് വരാനുള്ള, റിക്കവറായിട്ട് വരാനുള്ള ടൈം വേണം. 2 ദിവസത്തെ പ്രോഗ്രാം ബാംഗ്ലൂർ നടക്കുകയാണ്. ഞാൻ ഈ ഒരു പ്രാന്തുള്ളതല്ലേ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. ആരുടെ പ്രോഗ്രാമാണ്? റോബർട്ട് കിയോസാക്കിയുടെ പ്രോഗ്രാമാണ്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ ആൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ഇന്റർനെറ്റിൽ പരതി ഇങ്ങനെ ഇരിക്കുക. ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയും. ആ ലെവലിൽ റഡാറിലാണ് നിൽക്കുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അത്രയ്ക്കും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച് നിൽക്കാം, ആ ഭ്രാന്തുമായിട്ട്. അപ്പൊ നോളജ് അങ്ങനെ അത്രയും അക്വയർ ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാസീവ് ആക്ഷൻ എടുക്കുന്നുണ്ട്, പലതും ചെയ്തു നോക്കുന്നുണ്ട്. അപ്പം എങ്ങനെയും
ചാടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ മുകളിലൂടെ നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ പോകുന്ന പറയാം, നമ്മൾ ചാടി പിടിക്കണം എന്ന് പറയും. നമ്മളെപ്പോഴും ചാടിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇങ്ങനെ ചാടുക എന്ന് പറയുന്ന ഒരു തയ്യാറെടുപ്പാണ്. ലക്കിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വെൻ ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് പ്രിപ്പറേഷൻ, ദാറ്റ്സ് കോൾഡ് ലക്ക്. എന്താണ് ലക്ക്? നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വെൻ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കംസ്, ബൂം, ദ ലക്ക് ഹാപ്പൻസ്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരായിട്ട് നമുക്ക് മാറണം. വി ഷോഡ് ഓൾവേസ് ലൈക്ക് പ്രിപ്പയർ. ഞാനിതിങ്ങനെ മാസീവ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കേട്ടിട്ട് ഈ 3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയാം. ഈവൻ വേൾഡിലുള്ള സംഗതികളൊക്കെ ഇന്റർനെറ്റോട് അറിയാൻ പറ്റുന്ന പരമാവധി അറിയാം. അപ്പം ഇത് ഈ പ്രോഗ്രാം അറിഞ്ഞു. ഹോസ്പിറ്റലിൽ വീണ് കിടക്കുന്ന, കൈയൊക്കെ കെട്ടി കിടക്കുക. ഡോക്ടർ പറഞ്ഞു ഒരു മിനിമം ഒരു 4-5 ദിവസം നമ്മൾ കിടക്കേണ്ടി വരും. ഞാനൊന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, മെല്ലെ ഇത് കേട്ടാ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാരെ അറിയിച്ചില്ല. അതിനത് വീട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചു. വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കേണ്ടി വരുമല്ലോ. പിന്നെ അഡ്മിറ്റായി, ആളായി, ലൈക്ക് പലഹാരങ്ങളായി, സംഗതികളായി, ആകെ ഭയങ്കര സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അനങ്ങാൻ പറ്റൂല. പക്ഷെ എൻ്റെ മൈൻഡിൽ ഈ പ്രോഗ്രാമിന് എങ്ങനെയെങ്കിലും പോകണം, ഈ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും, ഇതായിരുന്നു എൻ്റെ ചിന്ത. എല്ലാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഇതൊക്കെ കിട്ടി കഴിഞ്ഞതൊക്കെ എല്ലാ സംഗതികളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു പോയി. ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് വാങ്ങിച്ച് നേരെ പോക്കറ്റിലിട്ടിട്ട്, വണ്ടി നീ ഒന്ന് നന്നാക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഏൽപ്പിച്ച് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മെല്ലെ ബാത്റൂം പോകാന്നുള്ള രീതിയിൽ പോയിട്ട് ആ കയ്യുമായിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സെൻറ്ററിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ അവിടുന്ന് വിട്ടു ബാംഗ്ലൂർക്ക് ബസ് വഴി. അപ്പോൾ ഹോസ്പിറ്റലിലെ ബില്ല് അടക്കുന്ന സംഗതികൾ, കാര്യങ്ങൾ, അതൊക്കെ അതുവരെയുള്ള സംഗതികളൊക്കെ അടക്കാനുള്ളതൊക്കെ അടച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അഡ്മിറ്റും സംഗതികളും ഒബ്സർവേഷനൊക്കെ ആണല്ലോ ഫീസ് ഉണ്ടാകുക. ഞാനവിടെ അഡ്മിറ്റും നിന്നില്ല, അവിടുന്ന് മുങ്ങി. ഇത് കൈ കെട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇവിടെ കാണിക്കാം. ഇതാണ് എൻ്റെ മൈൻഡിലുള്ളത്. 2 ദിവസം എന്തായാലും കേട്ട് കുറച്ച് മെഡിസിൻസ് തന്നിട്ടുണ്ട്. മെഡിസിൻസ് കഴിച്ചാൽ മതി, റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കാതെ അവിടേക്ക് പോയി, ബാംഗ്ലൂർ പോയി ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് എൻ്റെ ലൈഫിലുണ്ടാകും. ശേഷം റൈറ്റ് ആഫ്റ്റർ നല്ല സംഖ്യ ചെലവ് വന്നിട്ടുണ്ട്. ഏകദേശം 50,000 രൂപ ടിക്കറ്റിന് വന്നിട്ടുണ്ട്. അപ്പം അതെനിക്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ മീറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സംഗതി തൊട്ടടുത്ത ഉടനെ തന്നെ ഉണ്ടായി. അതെൻ്റെ ലൈഫിൽ വലിയൊരു ഷിഫ്റ്റിന് കാരണമായി. മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ഏത് സംഗതികളാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ചേഞ്ച് ആകും. നമ്മുടെ ലൈഫിലേക്ക് എന്താ വെച്ചാൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അത് നമ്മളായിട്ട് എന്ത് ചെയ്യണം? നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളായിട്ട് കറക്റ്റ് ചെയ്തെടുക്കണം. എൻ്റെ അന്നത്തെ ആ ഒരു സ്റ്റോറി ഞാനിവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ചെറിയൊരു ഇതിൽ സ്ലൈഡിൽ കാണിക്കാം. പരമാവധി ആൾക്കാർ വീഡിയോയിലൊന്നും വരുമോ? ജസ്റ്റ് ബി ഒരു വീഡിയോ. ഇതാണ് 2011 എൻ്റെ അവസ്ഥ. ഈ കാണുന്ന ആശാനാണ്. ഉത്തരവാദിത്ത ബോധമില്ല, ഒരു സാമുറായി ബൈക്കുണ്ട്, കറങ്ങി നടക്കുന്ന പ്രായം, +2 ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. എന്നിട്ട് അത് ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അക്ഷയ സെൻ്ററൊക്കെ നടത്തുന്ന ഈ രൂപത്തിലാണ്. അങ്ങനെ ഇത്രയും മുടി ഉണ്ടായിരുന്നു, ഇത്രയും ലെങ്തി ആയിട്ടുള്ള മുടി ഉണ്ടായിരുന്നു. അതെല്ലാം സ്ട്രൈറ്റൻ ചെയ്തു. അന്നത്തെ കാലത്ത് സ്ട്രൈറ്റൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡായിരുന്നു. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല, നാട്ടിൽ ആരും ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ മടിയായി. ഇതാണാണോ പെണ്ണാണോ എന്നുള്ള രീതിയിൽ, ഇത് എന്തിൻ്റെ കുഞ്ഞാന്നുള്ള രീതിയിലുള്ള അവസ്ഥയായിരുന്നു. അവിടെ പുറത്തിറങ്ങാൻ മടിയായിരുന്നു നാട്ടുകാർ. ഈ സമയത്താണെങ്കിൽ എൻ്റെ ഫാദർ ആണെങ്കിൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റും. എങ്ങനെ ഉണ്ടാവും? അടിപൊളി. അവിടുത്തെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് ആ മഹലിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന, മാതൃകാപരമായിട്ട് നടക്കേണ്ട ആളുടെ മകനാണത്. ഈ രൂപത്തിൽ നടന്നിരുന്ന ഞാനാണെന്ന് വെച്ചാൽ കട തുടങ്ങി അവസാനം വിജയൻ സാറിൻ്റെ പ്രോഗ്രാം കണ്ടു 6 മാസം കഴിഞ്ഞ് ഇങ്ങനെയായി. പിന്നെ അവിടുന്ന് പ്രോഗ്രാം ചെയ്തു പല സ്ഥലങ്ങളിൽ, കോട്ടയം, നമ്മുടെ നാട്, പല സ്ഥലങ്ങൾ, ഹോസ്പിറ്റൽസ്, കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, അവിടെയൊക്കെ ക്ലാസ് എടുത്തു. അങ്ങനെ ഈ കൈ കണ്ട ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി ആ കൈയാണ് കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പ്രോഗ്രാം പോയി അറ്റൻഡ് ചെയ്തതാണ്. ആ കൈ പുറകിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. കണ്ടോ? ആ കൈയായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് പോയിട്ട് അതിനുശേഷം പിന്നീട് വീണ്ടും ഞാൻ ബാംഗ്ലൂർ പോയി ട്രേഡിംഗ് ആയിട്ട് നമ്പർ 1 വെൽത്ത് ട്രേഡിംഗിൽ നിന്ന് അറ്റൻഡ് ചെയ്തു. അദ്ദേഹം ടി ഹാർവക്കർ എന്ന് പറയും.
വെൽത്ത് കോച്ചാണ്. സീക്രട്സ് ഓഫ് മില്ലിയനെയർ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം അത്രയും വർഷം പ്രിപ്പയർ ചെയ്തതിന്റെ 3-3.5 വർഷം പ്രിപ്പയർ ചെയ്തതിന്റെ പ്രിപ്പറേഷന്റെ ഓപ്പർച്യൂണിറ്റി മീറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ കോട്ടിട്ടവന്മാരെ കണ്ട ഫ്രണ്ടിലിരിക്കുന്ന ഇവന്മാരെ ഞാൻ മീറ്റ് ചെയ്തു. വാട്സാപ്പിലൂടെ മീറ്റ് ചെയ്തത്. ലക്ക് സംഭവിച്ചു. ഇവരെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു വീഡിയോ വൈറലായി. എനിക്കിതെല്ലാം കൂടെ ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. 3-3.5 വർഷമായി ഇതിന്റെ പിന്നാലെ തന്നെയാണ്. വീട്ടുകാർ പലതും പറയാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണ്ട് കൊച്ചിക്ക് ഇറങ്ങിപ്പോയ പോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പല സ്ഥലങ്ങളുടെ യാത്ര ചെയ്ത് ഒരു 10-15 ദിവസം പല സ്ഥലത്തും കറങ്ങി. അങ്ങനെ അവസാനം വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് എനിക്ക് ദേഷ്യം പിടിച്ചു, നന്നായിട്ട് ദേഷ്യം പിടിച്ചു. എൻ്റെ ട്രോമ എല്ലാം ഇളകിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ദേഷ്യത്തിൽ അങ്ങ് വീഡിയോ ചെയ്തു. ആ ദേഷ്യത്തിലുള്ള ചെയ്ത വീഡിയോ എന്താണ്, ഇത്രയേ ഉള്ളൂ. ഒരു നിന്ന നിപ്പിൽ 5 വീഡിയോ. ബീച്ചിൽ നിന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, ഇങ്ങനെ സെൽഫി വീഡിയോ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിഹസിക്കുന്നവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരോട് പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്. എൻ്റെ ഫ്രസ്ട്രേഷൻ മൊത്തം വീഡിയോയിൽ തീർത്ത് ഞാൻ. വീഡിയോ തീർത്ത് ഇത് എനിക്ക് ദേഷ്യം നിർത്തിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല. ഏതൊരു അത്ര ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് അവസാനം പറയും, താങ്ക് യു ഫോർ ലൈക്കിംഗ് ദിസ് വീഡിയോ, ഷെയറിംഗ് ദിസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അന്ന് ഈ യൂട്യൂബേഴ്സ് ഒന്നുമില്ല, 2014 അപ്പോൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ 5 വീഡിയോ ഷൂട്ട് ചെയ്ത് അതിൽ പിന്നെ ഞാനൊരു സാധനം എടുത്തിട്ട് പറഞ്ഞു ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ തേടേണ്ടി വരും, തേടിയാൽ നിങ്ങൾ നിർത്താൻ പാടില്ല. എനിക്ക് എൻ്റെ കഥയല്ലേ പറയാൻ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ KFCയുടെ ഒരു സ്റ്റോറി ഉണ്ട്. KFC 1000-ലധികം തവണ KFCയുടെ ഫൗണ്ടർ അദ്ദേഹത്തിൻ്റെ ആശയമായിട്ട് പല സ്ഥാപനങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ പരാജയം ന്യായീകരിക്കണം, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ നാട്ടുകാരെയൊക്കെ മുൻപിൽ എന്തെങ്കിലും ന്യായീകരിക്കണം. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ന്യായീകരിക്കാനുള്ള എന്തോ അറിയില്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്ത വീഡിയോ ആണ്. ഇതിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്ത് വീട്ടിൽ പോയി ബീച്ചിൽ നിന്ന് പോയിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങിയപ്പോൾ രാത്രി ആയപ്പോൾ മെസ്സേജ് വരുന്നു. നല്ല മെസ്സേജ്, നല്ല ടയർഡായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, വാട്സപ്പിൽ കിടന്നിട്ട് മെസ്സേജുകൾ വന്നിട്ട് നല്ല മെസ്സേജുകൾ വരും, നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഈ വീഡിയോ വ്യൂസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി. ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ കിടന്നിട്ട് വായിട്ട് അലച്ച് കഴിഞ്ഞാൽ, ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നന്നായിട്ട് ഫ്രസ്ട്രേഷൻ മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ വർക്ക് ചെയ്യുന്നു മനസ്സിലായി. സാധനം കയറി കണ്ടു. കാരണം ഇതേപോലെ ഫ്രസ്ട്രേഷൻ ഉള്ള ഗൾഫിലുള്ള മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തു. 2-3 ദിവസത്തിനുള്ളിൽ അത് 1 മില്യൺ പോയി വ്യൂ. അപ്പം എന്ത് ചെയ്തു, ഇത് 5 ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, 4 കൂടെ ഉണ്ട് ബാക്കി ആവനാഴിയിൽ. ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങി. ഇതെല്ലാം വൈറലായി. വാട്സപ്പിൽ അന്ന് ഒരു ഗ്രൂപ്പിൽ 100 ആൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമുണ്ട്. 2014 100 ആളെ ഗ്രൂപ്പിലേക്ക് കിട്ടൂല. നേരെ എന്ത് ചെയ്ത് ഈ സംഗതി വീണ്ടും പിടിച്ചു ഭയങ്കരമാണ്. അതൊരു ബിസിനസ് ഗ്രൂപ്പിന് കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സോ സംഗതിയല്ല. ഇതിലേക്ക് ആൾക്കാരങ്ങ് തിരികെയാണ്. 1 ഗ്രൂപ്പായി, 2 ഗ്രൂപ്പായി, 3 ഗ്രൂപ്പായി, എന്നോട് മാനേജ് ചെയ്യാൻ പറ്റാതെ. അപ്പോഴും ഞാൻ എന്ത് ചെയ്യും, ബുദ്ധി കളിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇത്രയും ഗ്രൂപ്പുകൾ വരുന്നു. ഞാൻ നേരെ അതിൽ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ട നോളജ്, അപ്പോൾ അവരെ ഞാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും വരുന്നത് ഗൾഫിൽ നിന്ന്, പ്രവാസികളാണ്, യുവാക്കളാണ്. ഈ സംഗതി മനസ്സിലായപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിരുന്നു. ആ പ്രോഗ്രാമാണ് ടി ഹാർവക്കർ എന്ന് പറയുന്ന ആളടുത്ത് പോയി പഠിച്ചത്, എങ്ങനെ ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യാം. അങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. ഈ പ്രോഗ്രാമായിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അവരെ അറിയിച്ചു. അങ്ങനെയാണ് ആ ടീം എന്നെ കാണാൻ. ഈ ടീം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെമ്പേഴ്സാണ്. ദുബായിലുള്ള ടീമാണ്. ഇങ്ങനത്തെ ഏകദേശം 18ഓളം രാജ്യങ്ങളിൽ ഇതുപോലത്തെ ഗ്യാങ്ങുകൾ ഇറ്റലി പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൽ. അതിൽ ഏകദേശം 7 രാജ്യങ്ങളിൽ ഉള്ള ഇതേപോലെ, ഇതിപ്പോൾ ദുബായത്തെ ടീമാണ്, ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട്. സൗദിയിൽ, അതേപോലെ തന്നെ സൗദിയിൽ തന്നെ റിയാദിലൊരു ടീം, ദമാമിലൊരു ടീം, ജിദ്ദയിലൊരു ടീം, മക്ക മദീന ആ ഭാഗത്തൊരു ടീം,
അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മലയാളികൾ ഒരു ചിന്നിച്ചിതറി കിടക്കുന്ന മലയാളികളെ ഒരൊറ്റ കോൺസെപ്റ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ തുടങ്ങി. പ്രോഗ്രാം വിജയിച്ചു, പ്രോഗ്രാം ചെയ്തു. ഐ വാസ് ഫ്ലൈയിങ് ലൈക്ക് എനിത്തിങ്. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇവിടുന്ന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ മുംബൈയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഞാൻ എന്താണോ എൻ്റെ വിഷൻ ബോർഡിലേക്ക് വിജയൻ സാർ പ്രോഗ്രാം കണ്ടിട്ട് അതിൽ നിന്ന് ഞാനൊരു സാധനം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റർ. എനിക്ക് വിദേശത്തെല്ലാം വിട്ട് ക്ലാസ് എടുക്കണം. അപ്പോൾ എൻ്റെ ഗോൾ എന്തായിരുന്നു, ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറിയിട്ട്, അതായത് ഒരു ഫ്ലൈറ്റ് പിടിച്ചൊരു സ്ഥലത്തേക്ക് പോകുക, അവിടെ പ്രോഗ്രാം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ പോവുക. അങ്ങനെ ഞാൻ റോബിൻ ശർമ്മയുടെ വീഡിയോ കണ്ടിരുന്നു, അതിൽ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ ആഗ്രഹം കൊടുത്തു, വിജയൻ സാറല്ലേ പറഞ്ഞു ആഗ്രഹം കൊടുക്കുക. ഞാൻ ബുദ്ധൂസാണ്, ഞാൻ പൊട്ടനാണ്, ഞാൻ അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അതുപോലെ ചെയ്യും. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുകയില്ല, എനിക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ലെവൽ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ആ ലെവലിൽ ചിന്തിക്കുക. അദ്ദേഹം എന്താണ് പറഞ്ഞത്, അത് ഭയങ്കര രസമല്ലേ, അങ്ങനെ മാജിക് അല്ലേ, അങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് ചെയ്തു പോവാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റെ ആഗ്രഹം കൊടുത്തു. റോബിൻ ശർമ്മയുടെ വീഡിയോ കണ്ട് റോബിൻ ശർമ്മനെ പോലെ ആവണം, ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോകണം, ഒരു ബുക്ക് എഴുതണം, അത് പബ്ലിഷ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. വണ്ടി വാങ്ങണം, അതെല്ലാം വിഷൻ ബോർഡിലേക്ക് കയറ്റിയിട്ട് ആ ബുക്ക് ഇതവിടെ ഞാൻ 2018 പബ്ലിഷ് ചെയ്തു. അതിൻ്റെ മുൻപ് ഇതെൻ്റെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന പിക്ചറാണ്. ലൈക്ക് ഐ ഹോപ്പ് യു ക്യാൻ സീ. വിഷൻ ബോർഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളൊരു, എൻ്റെ ഡോറിൻ്റെ മുകളിൽ, എനിക്ക് ബോർഡൊന്നും ഉണ്ടാക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, വാതിലിൻ്റെ മുൻപിൽ തന്നെ എന്ത് വെച്ചാൽ ഇംഗ്ലീഷ് സിനിമകളിൽ ഇങ്ങനെ കാണുമായിരുന്നു, ഡോറിലും ചുമരിലും ഒക്കെ ഇതേപോലത്തെ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചത്. എനിക്ക് എന്താ അന്ന് മനസ്സിലായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ എൻ്റെ ഒരു ഗോളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിവിടെ കാണാം, 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം. എൻ്റെ റോബിൻ ശർമ്മ സ്റ്റേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചു. ഇത് ഇങ്ങനത്തെ ഒരു, ആദ്യം ചെറിയൊരു കാറ് വേണം, പിന്നെ ഒരു ഓടി, ഒരു വലിയ കാറ് വേണം, അറബികളായിട്ടൊക്കെ ഡീൽ ചെയ്യണം, ഇതാ ഒരു ബുക്ക് ഇതേപോലെ എഴുതണം, സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിക്കണം, പാരീസ്, ഈജിപ്ത്, ഇതൊക്കെ ഇപ്പോഴും പോയിട്ടില്ല, ഇനി പോകാനുള്ള സ്ഥലങ്ങളാണ്. US, പെട്രോണാസ് ടവർ, ഇതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതൊരു ട്രാവൽ മാഗസിൻ്റെ പരസ്യത്തിൽ നിർത്തിയാണ് ഒട്ടിച്ചത്. അതേപോലെ ഈ ഫ്ലൈറ്റിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വിദേശത്ത് പോകണം, ഇവിടെ കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ആരോട്ട് കാണാം, ആ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണം, പ്രോഗ്രാം ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ പോകണം. ഇങ്ങനെയുള്ള ഈ സംഗതി ഞാൻ എന്ത് ചെയ്തു, അതേപോലെ നല്ലൊരു ശരീരം, ജിമ്മിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഹെൽത്തി ആക്കി മാറ്റണം. അന്ന് ഞാൻ തീരെ വണ്ണം ഉണ്ടായിരുന്നില്ല, വെയിറ്റ് ഉണ്ടായിരുന്നില്ല, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തന്നെ എന്തോ ആയിപ്പോകും. ഞാനത് കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചിരി വരും, നാണം വരും, എന്തൊക്കെയോ ആയിപ്പോകും. അപ്പം പക്ഷെ ആ അവസ്ഥയിൽ എന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തും നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഇട്ട് വിൽക്കാം. ഈ വിഷൻ ബോർഡിലുള്ള ഒരുവിധം സംഗതികളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സോ വാട്ട് എവർ യു വാണ്ട് ടു, യു ജസ്റ്റ് സെറ്റ് ഇറ്റ്. ഇന്നത്തെ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരികയാണ് എൻ്റെ ഉദ്ദേശം. വലിയ നേട്ടങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഫോർ എ ബോയ് ഹു വാസ് മേക്കിംഗ് അവൽ മിൽക്ക്. അവൽ മിൽക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന, ലൈം അടിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ ഈ സംഗതികളൊക്കെ, ഡിഗ്രി എല്ലാം പഠനമൊക്കെ മുടങ്ങി ഇതിൽ ഇത്രയും ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, സ്ഥാപനം തുടങ്ങി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ്. നാട്ടിലേക്ക് തിരിച്ചു വരുന്നു, 7 രാജ്യങ്ങളിൽ വിട്ട് പ്രോഗ്രാം ചെയ്യുന്നു. ആ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രോഗ്രാം ഇങ്ങനെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് അങ്ങോട്ട് പോയി, മുംബൈയിലേക്ക് ബസ്സിന് പോയി, എന്നിട്ട് പിന്നെ അവിടുന്ന് മുംബൈയിലേക്ക് ബസ്സിനല്ല, ട്രെയിനിന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം കരിപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിന് പോയി മുംബൈക്ക്. അവിടുന്ന് പിന്നെ മുംബൈയിൽ നിന്ന് നേരെ റിയാദിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി. അവിടെ ചെന്ന് ഇറങ്ങി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും പത്രസമ്മേളനം. അവിടെ ബൊക്കെയൊക്കെ തന്നിട്ടാണ് സ്വീകരിക്കുന്നത്. ഇതൊന്നും എനിക്ക് അറിയൂല, ഇവരിങ്ങനെയൊക്കെയാണ് പണിയൊപ്പിക്കുന്നത്. അപ്പം അവർ നോർമലി നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വീകരിക്കല്, എനിക്കിത് അറിയൂല. പക്ഷെ ഇതൊക്കെ ഞാൻ വിഷ്വൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ അപ്രീഷിയേഷൻ കിട്ടുന്നത്. എക്സാക്ട്ലി അവർ ഫോട്ടോ എടുക്കുന്നു, ഈ ഫോട്ടോ അടക്കം പത്രത്തിൽ പിറ്റേ ദിവസം വാർത്ത വരുന്നു.
നേരെ ടി വിയിലും വരും, വാർത്താ സമ്മേളനം വരുന്നു, ടി വിയിൽ പരിപാടി വരുന്നു, ഇന്റർവ്യൂ നടക്കുന്നു, എന്താണ് പദ്ധതി കാര്യങ്ങൾ, ഇവരിതെല്ലാം അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്തു. ഞാനിങ്ങനെ ഞെട്ടിത്തിരിക്കുന്നു, എന്താണ് ഈ സംഭവിക്കണേ? ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എക്സാക്ട്ലി അത് തന്നെ സംഭവിക്കും. സോ പറയാൻ ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ പല പ്രോഗ്രാമുകളായിട്ട്, ഇവിടെയൊക്കെ ഓരോ രാജ്യങ്ങളിലെ പ്രോഗ്രാമുകൾ. ആദ്യം പോയത് ദുബായിലേക്കാണ്, പിന്നെ പോയത് റിയാദിലേക്ക്. ഓരോ രാജ്യങ്ങളിലുള്ള ആൾക്കാർ മത്സരിക്കായിരുന്നു അവരുടെ പരിപാടി ഗംഭീരമാക്കാൻ. ഒറ്റ കാര്യമാണ്, കെയർ ചെയ്യാം, നിങ്ങളുടെ ക്ലയൻസിനെ കെയർ ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കും, നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി യു വിൽ അച്ചീവ് യുവർ ഗോൾസ്. ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ യു. സോ മേക്ക് ഇറ്റ് ഹാപ്പൻ. ബിലീവ് ചെയ്യുക, നടക്കും. ഈ ഒരു കഥ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ഇത് നടക്കുമോ 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 നടക്കുമോ. Yes, it is. It will happen. കേട്ടോ, കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരുന്നു ഞാൻ വലുതാവോ, ചിന്തിച്ചിരുന്നില്ല ഞാൻ വലുതായിട്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇപ്പം എന്തൊക്കെ എവിടെയൊക്കെ എത്തി. ഓൾവേസ് ലുക്ക് ബാക്ക് ആൻഡ് കണക്ട് ഫ്രം വേർ ഡിഡ് യു കം, എവിടുന്ന് വന്നു. ഈ കഥയിൽ നിങ്ങൾക്ക് കിട്ടിയൊരു മെസ്സേജ് എന്താ, അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം. വാട്ട് ഈസ് എ സ്റ്റോറി, വാട്ട് ഈസ് എ മെസ്സേജ് യു ഗോട്ട്? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. യെസ്, പറഞ്ഞോളൂ. ഹലോ സർ. ഗുഡ് മോർണിംഗ്. ഡൈവേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാവാൻ പോവാണ്. കേസ് കൊടുക്കാൻ പോവാണ്. നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഓപ്പൺ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തന്നെ നല്ല സന്തോഷായി. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം നടക്കും കേട്ടോ, ഷറാട്ടെ. താങ്ക് യു സർ, താങ്ക് യു. ഈ ഒരു കാര്യത്തിൽ മനസ്സിലായത്, നമ്മൾ എന്ത് ചെയ്യണോ ആഗ്രഹിക്കുന്നോ അത് നമ്മളിലേക്ക് എത്തുന്നുള്ളത് 100% ഉറപ്പാണ്. അത് തീവ്രമായിട്ട് ആഗ്രഹിക്കും. താങ്ക് യു സർ. ഞാന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് +2 വെച്ച് എന്റെ പഠിപ്പ് നിർത്തി. ആ സമയത്ത് എനിക്ക് പിന്നെ പഠനമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കല്യാണം കഴിച്ച് പ്രശ്നങ്ങളായി. പക്ഷെ എന്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്റെ മകള് സൈക്കോളജി പഠിക്കുന്നുണ്ട്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ അവൾക്കും അത് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അവളോട് പറയും, എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഇത് തന്നെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ കുറെ പ്രോബ്ലങ്ങളെല്ലായി. ഇപ്പൊ EFT വന്നു, ഇൻസ്പേഴ്സിൽ വന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറിന്റെ സ്റ്റോറി കേട്ടപ്പോ എനിക്കും ഞാൻ ആഗ്രഹിച്ച ആ ഒരു പോയിന്റിൽ എവിടെയൊക്കെ എത്താൻ പറ്റുമെന്ന് തോന്നി. എത്താൻ പറ്റും. ഇറ്റ് ഡസന്റ് മാറ്റർ ലൈക്ക് വാട്ട് ഏജ്, നിങ്ങൾ ഏത് ഏജിലാണ്, ഏത് പ്രായത്തിലാണെന്നുള്ളതൊന്നും പ്രശ്നമല്ല. EFTയില് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് യുവർ പാഷൻ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് EFT. നമ്മൾ ആ ഒരു വർക്ക് ബുക്കിൽ ഇപ്പൊ ഞാൻ അത് എഴുതിയത് ഇത് തന്നെയാണ്. എനിക്ക് നല്ലൊരു ട്രെയിനർ ആവണം, പിന്നെ അതിന് ഉള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ആ ഒരു പോയിന്റിൽ എഴുതി. പക്ഷെ അത് എഴുതിയിട്ടുണ്ടെങ്കിലും അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത് എഴുതിയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നു. വെരി ഗുഡ്. അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം. നിങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് പാസ് ചെയ്യുക, ഒരു വിശ്വാസം പാസ് ചെയ്യുക. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ലൈക്ക് എനിബഡി ക്യാൻ കം ആൻഡ് ക്രിയേറ്റ് എ മിറക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ എനിബഡി ക്യാൻ കം ആൻഡ് ക്രിയേറ്റ് എ മിറക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പയർ യുവർ സെൽഫ്. ഓൾവേസ് പ്രിപ്പയർ, ഓൾവേസ് റിസർച്ച്, പ്രിപ്പയർ, മാസീവ് ആക്ഷൻ. ഇതിനിടയിൽ ഒരുപാട് രസകരമായ കാര്യങ്ങൾ നടക്കും, പല പ്രതിസന്ധികളുണ്ട്. വിടരുത്. പ്രൊട്ടക്റ്റ് യുവർ ഡ്രീം, ബിക്കോസ് ഇത് നിങ്ങളുടെ സ്വപ്നമാണ്. വേറെ ഒരാളും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. വേറെ ആരും പ്രതീക്ഷിക്കും വേണ്ട, ഇത് അവരുടെ സ്വപ്നമല്ലല്ലോ. ഇറ്റ്സ് യുവർ ഡ്രീം. സോ പ്രൊട്ടക്റ്റ് യുവർ ഡ്രീം, വർക്ക് ഓൺ ഇറ്റ്, come always keep on working, keep on improving, and then one day you will be there. People will recognize you. അതൊരു ഭയങ്കര ഒരു രസമാണ്. Once you taste success is always sweet and enjoyable. പറഞ്ഞോളൂ. Hi sir, good morning.
ഞാൻ 4 ദിവസമായിട്ടുള്ള സാറിന്റെ ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. സാർ മെഡിറ്റേഷനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അതിന്റെ താഴെ ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോ എനിക്ക് ഇപ്പൊ അടുത്താണ് അതിന് റിപ്ലൈസ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. നമ്മുടെ അസ്മ മാം ആണ് എന്നെ ജോയിൻ ചെയ്തത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഫീൽഡാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞ കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു കൂട്ടായ്മ, കുറച്ച് ഫ്രണ്ട്സ് അറിയുന്ന കുറച്ച് പേര്, പിന്നെ അവരിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് അതില് ഒരു 40 മുകളിൽ ആളുണ്ടായിരുന്നു ആ ഒരു കൂട്ടായ്മയില്. അത് അവർക്ക് ഇത് ഞാൻ തുടങ്ങാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് മെഡിറ്റേഷൻ എന്താന്ന് പോലും നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മൾ അത്രയും ഒരു ഡിപ്രഷൻ കൂടി നമുക്ക് വെറുതെ ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും നമുക്ക് അതിനൊരു മാറ്റം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനൊരു മെഡിറ്റേഷന് അറ്റൻഡ് ചെയ്തത്. ആ മെഡിറ്റേഷനിലൂടെ എനിക്ക് ഒരുപാട് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് മാറി, ഫുൾ മാറി എന്ന് തന്നെ പറയാം. നമ്മൾക്കൊരു ലൈഫ് ചേഞ്ച് വന്നു. ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതെന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു, സംശയം ഏതായാലും വെറുതെ ഇരിക്കേണ്ട, ഒരു എപ്പോഴും മൈൻഡിനെ ബിസി ആക്കണം, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ഇത് തുടങ്ങുന്നത്. അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മളെ മൈൻഡിലൊരു ബിസിനസ് മൈൻഡ് അല്ല. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടിയ ആ ഒരു നന്മകൾ മറ്റുള്ളവരിലേക്ക്, ഈ ഒരു മെഡിറ്റേഷന്റെ പവർ എന്താണെന്നും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ദിവസം ഓരോരുത്തർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ആർക്കും അറിയില്ല ഒന്നും, പക്ഷെ എല്ലാവരും ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാല്, പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കുക, ഓരോ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക, അത് ഞങ്ങൾ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുക, ഓരോ ദിവസം ഓരോരുത്തർ ക്ലാസ് എടുക്കുക. അങ്ങനെ ആ ഒരു സംഭവം 1 year ആയി, ഭയങ്കര സക്സസ്ഫുള്ളി ആയി. എല്ലാവരും ഇപ്പൊ നല്ല ഡിപ്രഷനൊക്കെ കുറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം, നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടണം എന്ന് സത്യത്തിൽ നല്ലോണം ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഈ സ്റ്റോറിയിൽ ഒരുപാട് നല്ല കണ്ടന്റ് ഉണ്ട് എന്ന് ഒരുപാട് ചിരിച്ചും ചെയ്തു കേട്ടോ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് അങ്ങനെ സംഭവങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അസ്മ മാമിനോട് സംസാരിച്ചിരുന്നു. ഒരു ബിസിനസ് മൈൻഡിലല്ല ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ടൊരു പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ നമുക്കിത് എവിടുന്നാന്ന് അറിയുന്നില്ല. അറിയാണ്ട് നമുക്കൊരു ഭാഗ്യം വരികയാണ്. എന്നോ ഇട്ടൊരു മെസ്സേജിന്റെ പുറത്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കയറി പറ്റാൻ കഴിഞ്ഞത് എന്നത് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേരെന്താണ്? സംശീറ. എവിടെ സ്ഥലം? ഞങ്ങൾ മഞ്ചേരിയാണ്. മഞ്ചേരി വീമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, വെരി ഗുഡ്. മഞ്ചേരി തന്നെയാണ്. അപ്പൊ നമ്മൾ നാട്ടുകാരാണ്. ഓക്കെ, സന്തോഷം. അപ്പൊ ഞാനൊരു ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയാം. നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കൊരു ട്രെയിനർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പം എനിക്ക് 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യപ്രകാരം ഒരു വർഷത്തെ ഒരു കോച്ചിങ് പ്രോഗ്രാം ഉണ്ട് നമ്മുടെ. ആ കോച്ചിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊരു ട്രെയിനറാക്കി മാറ്റുന്ന ആളുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു മഞ്ചേരിയിൽ നിന്നുള്ള വേറൊരാൾ ഇതേപോലെ അന്വേഷിച്ചിട്ടുണ്ട്. ഇവർ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ആ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്കൊരു ട്രെയിനർ ആക്കിയിട്ട് നിങ്ങളെ മാറ്റി കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ്. 1 year പ്രോഗ്രാമാണ്. ഇതിന് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിനൊരു ഓഫർ ഉണ്ട്. ഫീസ് വരുന്നതിൽ ഇതിന്റെ ഫീസ് വരുന്നത് നമുക്ക് നിങ്ങൾ ഗഡുക്കളായിട്ട് അടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഫീസ് കൂടുതലാണ്. ഏകദേശം 1,40,000 വരുന്നുണ്ട്. അതിന്റെ ഫീസ് 1,40,000 രൂപ അതിന്റെ ഫീസ് വരുന്നത്. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് ആണ്. എല്ലാ ദിവസവും ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് അതിന്റെ ഒരു റിവ്യൂ സെഷനും ഒരു മെയിൻ സെഷനും ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിനർ ആകാൻ പറ്റുക, അങ്ങനെയുള്ള പല വിഷയത്തിലുള്ള കോച്ചിങ് ഉണ്ടാവും. അപ്പം അതിന്റെ കൂടെ തന്നെ നിങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇതിന്റെ ബിസിനസ് സൈഡ് പഠിപ്പിക്കുന്ന ബിസിനസ് കോച്ചിങ് ക്ലബിലും കൂടെ മെമ്പറാകും. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാം. വന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 1,40,000 രൂപയാണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഫുൾ പേയ്മെന്റ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ 1,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അടയ്ക്കാൻ പറ്റും. ഒറ്റയടിക്ക് ഒരൊറ്റ പേയ്മെന്റ് ആയിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് ഏകദേശം നമ്മൾ എന്ത് ചെയ്യും 30,000 ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 10 പേർക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ തന്നെ ആദ്യത്തെ 10 പേർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് 10,000 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 140 ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്ന 130 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ടൈം പേയ്മെൻറ്റ് ഓർ 2 ഗഡുക്കളായിട്ട് പേ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് വരാം. ഒരുപാട് സ്ത്രീകൾ അവരുടെ അടുത്ത് ഗോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ക്യാഷ് ഉണ്ട്, പക്ഷേ നല്ലൊരു കരിയർ ഇല്ല. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൈക്കോളജിയിൽ പാഷൻ ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പം സംസാരിച്ചിട്ടുള്ള ആൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമാൻഡിങ് പവർ ഉണ്ട്, നല്ല കഴിവുണ്ട്, നല്ല പ്രസൻറ്റേഷൻ, നല്ലൊരു കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗ്രോ ലൈക്ക് എനിത്തിങ്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞു എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ശരിയാണ്, അതാണ് നിങ്ങൾ വളരെ തുടക്കത്തിൽ ജെനുവിൻ ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു അറിവുകൾ ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും കൊടുക്കണം, ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരിക്കലും ഒരു മെഴുകുതിരിയായി പോകരുത്. നിങ്ങളിത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിലനിൽക്കാനും നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു വരുമാനം അതിൽ നിന്ന് കണ്ടെത്താനുള്ള, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൽ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിൽ നിന്നൊരു വരുമാന മാർഗം കൂടി ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ന് നിലനിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ മെഴുകുതിരിയായി പോകും. നമ്മൾ പ്രകാശം മറ്റുള്ളവർക്ക് പരത്തും, നമ്മൾ ഉരുകിത്തീരും. അപ്പം നമ്മളെ സമൂഹത്തിന് അനിവാര്യമാണ്, ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നിലനിൽക്കൽ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമായിട്ട് പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ചിലവുകൾ നമുക്കുണ്ടാവും. ഈ പരിപാടികൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു സൂം പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂമിലൂടെ ഒക്കെ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. അതിനുവേണ്ട ക്യാമ്പയിനുകൾ നടത്തണം, ആൾക്കാരിലേക്ക് പ്രൊമോഷൻസ് നടത്തണം, വീഡിയോസ് ഷൂട്ട് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. ആ എക്സ്പെൻസ് വരുമ്പോഴാണ് അതിനൊക്കെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, വരുമാനം വേണം. ഇനി അതെല്ലാം നിങ്ങൾ ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ നിങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കൂടെ കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു വരുമാനം കൂടെ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ ഫാമിലിക്കും ഭയങ്കര സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട്. അല്ല ഒന്നും നമ്മൾ ഏൺ ചെയ്യാതെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാം, നോ ഇഷ്യൂ. അതിന് അനുകൂലമായ സാഹചര്യം നമുക്കുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഇല്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം, വേണ്ടെന്നല്ല. പക്ഷേ പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യണം. നല്ല വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾ കൊടുക്കരുത്. കാരണം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഒരുപാട് നോളജ് ഉണ്ട് കിട്ടാൻ. അതുപോലെ ഒരു നോളജായിട്ട് അത് മാറും. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വായിൽ നിന്ന് വരുന്ന മുത്തുമണികൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന നല്ല പ്രഷ്യസ് ആയിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വില വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 200 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു ഷർട്ട് നിങ്ങൾ വാങ്ങിച്ചു, നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു ഷർട്ടും കിട്ടി. ആ ഷർട്ടിന് വലിയ വിലയൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഷർട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് 5000 രൂപയുടെ ഒരു ഷർട്ട് നിങ്ങൾ എന്ത് ചെയ്തു, പൈസ കൊടുത്ത് വാങ്ങിച്ചു. നിങ്ങൾ ഏത് ഷർട്ടാണ് നന്നായിട്ട് ഉപയോഗിക്കുക, ഏത് ഷർട്ടിനെ നിങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക, നല്ല വാല്യൂ കൽപ്പിക്കുക. ഒരു സംശയമില്ല, 5000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ആ ഷർട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത്രയ്ക്കും വില കൽപ്പിക്കും. അത് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. അതിന് മാക്സിമം നല്ല രീതിയിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഡ്യൂറബിലിറ്റി മാക്സിമം മുതലാവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും, അല്ലേ, റിസൾട്ട് മാക്സിമം കിട്ടുന്ന രൂപത്തിൽ. അങ്ങനെ തന്നെയാണ് പേയ്മെന്റ് കൊടുത്തിട്ട്, എത്ര കണ്ട് കൂടുതൽ പേയ്മെന്റ് കൊടുത്തിട്ട് നല്ല കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്ര കണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ 50,000 1 ലക്ഷം ഒക്കെ കൊടുത്ത് പഠിച്ചപ്പോഴാണ് എനിക്ക് ബ്രേക്ക് ഉണ്ടായത്. അതുവരെ സാധാരണ നോളജും കാര്യങ്ങളും. ഓൾവേസ് ലേൺ ഫ്രം ദ ബെസ്റ്റ്, പ്രിപ്പയർ യുവർ സെൽഫ്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. ഇതിന് പുറമെ അതില്ലെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്യേണ്ട പ്രോഗ്രാമാണ് EFTയിലെ പ്രോഗ്രാം. EFT പ്രോഗ്രാം 2-ാം തീയതി വരുന്നുണ്ട്, ഫെബ്രുവരി 2-ാം തീയതി. ഓഫ്ലൈൻ ആണ്, അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. ഇറ്റ്സ് ആൻ അമേസിംഗ് പ്രോഗ്രാം. ആൻഡ് ഓൺലൈൻ വേർഷനും വരുന്നുണ്ട് കേട്ടോ. ഷാഫി സാറേ, അതിന്റെ ഫീസ് എത്രയായിരുന്നു ഈ 2-ാം തീയതി തുടങ്ങുന്നതിന്റെ? 2-ാം തീയതി തുടങ്ങുന്ന ഓഫ്ലൈൻ ആണ്. EFT 2-ാം തീയതി തുടങ്ങുന്ന ഓഫ്ലൈൻ എന്ന് പറയുന്നത് ഒരു ദിവസം, അത് വരുന്ന 30 ഡേയ്സ് പ്രോഗ്രാമാണ്. 30 ഡേയ്സ് പ്രോഗ്രാമാണത്. അതിൽ നമ്മളെന്താ വെച്ചാൽ ഒരു ദിവസത്തെ ക്ലാസ് ഓഫ്ലൈൻ കൊടുക്കുകയാണ്, ബാക്കി 6 ദിവസത്തെ ക്ലാസ് ഓൺലൈൻ ഉണ്ടാവും. നോർമലി ഓൺലൈൻ നമ്മൾ ചെയ്യുമ്പം 10 ദിവസം ഫുൾ ടൈം ഓൺലൈനിലാണ് ഉണ്ടാവുക. അതിലെ 4 പാർട്ട് നമ്മളെടുത്ത്, 4 ചാപ്റ്റേഴ്സ് എടുത്ത് 4 ദിവസത്തെ ക്ലാസ് എടുത്തിട്ട് ഒരൊറ്റ ദിവസത്തേക്ക് നമ്മൾ ഡേ ടൈമിൽ കൊടുക്കുകയാണ്. കാരണം പലർക്കും ഓഫ്ലൈനിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലാകണം, ആസ്വദിക്കണം, അറിയണം എന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫ്ലൈൻ സെഷൻ ചെയ്യുന്നത്, ബാക്കി ഓൺലൈനും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരിക. ഓഫ്ലൈൻ ഒരു ദിവസമുള്ളൂ ഷാഫി സാറേ? ഓഫ്ലൈന് ഒരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം. അത് ഒരു ദിവസം മതി. കാരണം അതിൽ ഡയറക്റ്റ് ടാപ്പിംഗ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ.
അത് ടോട്ടൽ എത്ര എവിടെ ദിവസം വെച്ചിട്ടാണ്? 1 മന്ത് പ്രോഗ്രാം ആണോ അത്? ഈ രണ്ടാമത്തെ 1 മാസത്തെ പ്രോഗ്രാം ആണോ? 1 മന്ത് പ്രോഗ്രാമാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന EFT പ്രോഗ്രാം കംപ്ലീറ്റ്ലി 1 മന്ത് പ്രോഗ്രാമാണ്. ആ 1 മന്ത് പ്രോഗ്രാമിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ട്രോമാസും ഹീൽ ചെയ്യുക, നിങ്ങളുടെ അഡിക്ഷൻസ് ഹീൽ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന്റെ ഹോപ്പ് സെറ്റ് ചെയ്ത് തരിക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്തതിനും പുതിയൊരു തുടക്കം സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും, നിങ്ങളുടെ ഓരോ ട്രോമാസും, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്ലോക്കുകൾ, എഡ്യൂക്കേഷൻ ബ്ലോക്കുകൾ, അതേപോലെ തന്നെ ഈ ബ്ലോക്കുകളാണ് നമുക്ക് ഏകദേശം 3000-ഓളം ട്രോമാസ് നമുക്കുണ്ട്. അത് എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉണ്ട്, സോഷ്യൽ ബ്ലോക്ക് ഉണ്ട്, റിലീജിയസ് ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ സ്പിരിച്വൽ ബ്ലോക്ക് ഉണ്ട്, ഫൈനാൻഷ്യൽ ബ്ലോക്കുകളുണ്ട്. ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ ഇമോഷണൽ ബ്ലോക്സുകളാണ്. ഈ ഇമോഷണൽ ബ്ലോക്സുകൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ ആകുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി പോയി എന്ന് നമുക്ക് ചിന്തിക്കുന്നത്. വ്യത്യസ്തതയല്ല, ആക്ച്വലി പലപ്പോഴും നമ്മൾ വ്യത്യസ്തത എന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല, ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടലിനെ പലരും ഞാനൊരു വ്യത്യസ്തനാണ് എന്ന് ന്യായീകരിച്ച് നടക്കാറുണ്ട്. പക്ഷേ അത് ആക്ച്വലി നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇണങ്ങിച്ചേരാനോ ഒത്തുചേർന്ന് പോകാനോ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെടുന്നത്. അത് വ്യത്യസ്തത കൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് ആ വ്യത്യസ്തത ഉണ്ട് എന്നെങ്കിൽ പോലും അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പരസ്പരം സഹകരിച്ച് പോകേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒറ്റപ്പെട്ടു പോയവരുണ്ട്, സപ്പോർട്ട് കിട്ടാത്തവരുണ്ട്, അതേപോലെ തന്നെ സ്നേഹം കിട്ടാത്തവരുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ലഭിക്കാത്ത സ്നേഹം, ഇതൊക്കെ നമ്മൾക്കുണ്ടായിട്ടുള്ള പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തുകൾ, ഇതെല്ലാം നമ്മളുടെ ലൈഫിൽ ട്രോമയായി മാറിയിട്ടുണ്ട്. പല ബാഡ് എക്സ്പീരിയൻസുകൾ. ഇത് ഒരു 3000-ഓളം ട്രോമയുണ്ട്. ഇത് ഹീൽ ചെയ്യണം. ഇതിൽ നിന്നുണ്ടാകുന്ന 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫ്സുകളുണ്ട്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ സ്റ്റക്ക് ആക്കുന്നത്. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വേദന അനുഭവിക്കുമ്പോഴും ഓരോ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓരോ ചിന്തകൾ ഉണ്ടാക്കും, ഓരോ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്: ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ അതായിരിക്കാം, എല്ലാവരും വിശ്വസിക്കാൻ പാടില്ല. അതും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുന്നത്, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ പരാജിതനാണ്, ഞാൻ പോരാ, ഞാൻ സമയം പാഴാക്കുന്ന ഒരാളാണ്. നിങ്ങളെക്കുറിച്ചൊരു സെൽഫ് ഇമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ സെൽഫ് ഇമേജ് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. അത്തരത്തിലുള്ള ചിന്തകൾ, കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താകും, നിങ്ങൾ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും, ചുരുങ്ങിപ്പോകും. നിങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ടാവും. ആ സാധ്യതകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. സോ ഓൾവേസ് ഹലോ സർ, യുവർ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രോബ്ലംസ്, 1 മിനിറ്റ് ജാസ്ല, ഓൾവേസ് ഹീൽ യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ഹീൽ ചെയ്യുക, കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അതിന് പറ്റിയുള്ള ഏറ്റവും നല്ല പ്രോഗ്രാമാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം. പിന്നെ ട്രെയിനർ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന്റെ ഫീസ് വരുന്നത് 12,600 അതിന്റെ ഫീസ് വരുന്നത്. പക്ഷെ ഇപ്പൊ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അസ്മ, ആ ഡിസ്കൗണ്ടിന്റെ സംഗതി ഒന്ന് പറയാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ അസ്മ? ഡിസ്കൗണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോ പറഞ്ഞോളൂ. ഇപ്പൊ നമുക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ആക്ച്വൽ ഫീസ് വരുന്നത് 12,600 പക്ഷെ ഇപ്പൊ നമുക്ക് 11,600, 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിനു മുൻപ് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ, അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. മുൻപൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? മുന്നേ നമ്മൾ 10,500 കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏർലി ബേർഡ് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേര് ജോയിൻ ചെയ്തു. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് 11,600 ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 11,600. അതായത് 10,600 ഈ കോഴ്സ് വിറ്റിരുന്നു ഇതേ സംഗതി. കാരണം അന്നൊരു ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ജോയിൻ ചെയ്തത്. അതിലേക്ക് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തു, അത് ഉപയോഗിച്ചവരുണ്ട്. ആ ഒരു ഓഫർ ഇനി അടുത്തൊരു ഓഫർ വന്നിരിക്കുകയാണ്. അത് നിങ്ങൾ എന്ത് ഉപയോഗിക്കുക. ആകെ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അതിനുള്ളിൽ എന്ത് ചെയ്യും, ആ ഓഫർ തീരും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 12,600 തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും കോഴ്സ് ഫീ. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓഫറുകൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ പേയ്മെന്റ് അടിച്ച് നമ്മൾക്ക് കൺഫർമേഷൻ തരുമ്പോൾ നമുക്ക് പിന്നീട് അത്രയും നമ്മളെ സഹായിക്കുകയാണെന്ത്, വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ കോസ്റ്റാണ് നിങ്ങൾക്ക് കുറച്ച് തരുന്നത്. മറിച്ച് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും. ആ മാർക്കറ്റിംഗ് കോസ്റ്റ് സ്വാഭാവികമായിട്ടും ഒരു കോസ്റ്റ് നിങ്ങളുടെ പ്രൈസിൽ കൂടി വരും. അപ്പോൾ അത് കുറയ്ക്കാൻ നിങ്ങൾ നേരത്തെ അടച്ചു കഴിഞ്ഞാൽ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കും. നിങ്ങൾ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ സഹായിക്കും. ആൻഡ് ദാറ്റ് ഈസ് എ ഡീൽ ഓഫ് ഏർലി ബേർഡ് ഓഫർ. എനിവേ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഹലോ പറഞ്ഞോളൂ ജാസ്ല. സർ, ദുആ ചെയ്യണം. ഒരു സന്തോഷമായി, എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, അത്രയ്ക്ക് സന്തോഷം, എന്താ പറയാന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം നടക്കുന്നു. ദുആ ചെയ്യണം നടക്കാൻ വേണ്ടിട്ട്. എന്റെ അന്നേരം പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷമായി. വെരി ഗുഡ്. എല്ലാ പ്രശ്നങ്ങളും തീരും, നല്ല രീതിയിലേക്ക് ആയി വരും കേട്ടോ.
നല്ല വിഷ്വലൈസേഷൻ കൊടുക്കുക, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംഭവിക്കാൻ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നല്ല സന്തോഷമുണ്ട് ജാസില ഇങ്ങനെ കാണുമ്പോൾ, സന്തോഷത്തോട് കൂടിയിരിക്കും. എല്ലാം ഷെയറാകട്ടെ. താങ്ക് യു ജാസില. എനിക്ക് ആ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ഇപ്പൊ വിളിച്ചിരുന്ന വീമ്പൂരിന്ന് വിളിച്ച പെണ്ണിന്റെ. ഓക്കെ, അതാരാണ്? സംസാരിച്ച ആളാണ്, എനിക്കറിയില്ല അവരുടെ നമ്പർ. ജമീല. നീല മാം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, മാം ഗ്രൂപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വെരി ഗുഡ്. താല്പര്യമുള്ള സാർ ഗ്രൂപ്പിൽ. ഓക്കെ, ഗ്രൂപ്പിലേക്ക് എനിക്ക് ഒരാൾ മെസ്സേജ്, സാർ ഗ്രൂപ്പിൽ എനിക്ക് മെസ്സേജ് വരുന്നില്ല, ലിങ്ക് കിട്ടുന്നില്ല, ശരത് സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സിമി, ശരത് സാറിന് എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ബ്ലോക്ക് ആവുകയോ കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യും. ശരത് സാർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. പിന്നെ എന്തായാലും നല്ല രീതിയിലേക്ക് എന്താണ് കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ. താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പിരിയാം, നാളെ നമുക്ക് വീണ്ടും കാണാം. ഇനി അതർ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ആരൊരാളെ എന്നോട് ചോദിക്കാം. എന്നാ വീമ്പൂര് അടുത്താണെങ്കിൽ എനിക്ക് അവളെ വരാൻ പറ്റി. പറഞ്ഞോളൂ. വീമ്പൂര് അടുത്താണല്ലോ ഉള്ളത്. ഓക്കെ മാം, പറഞ്ഞോളൂ. അടുത്ത ആള് ഹലോ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഞാനിപ്പോ EFT ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒന്ന് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, 1 ഡേ ക്ലാസ്സിൽ. അപ്പൊ അതിന് എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരിക? ഒരു ക്ലാസ് കിട്ടിയാൽ മതി ഓഫ്ലൈന്. ഓൾറെഡി EFT ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ EFT ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ. അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, കഴിഞ്ഞ ബാച്ചിലുള്ള ആളാണോ? അല്ല, ഇപ്പൊ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലാ, B5-ല്. ഓക്കെ. അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, ഓൾറെഡി നടക്കുന്ന ബാച്ചിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള CC ഇല്ലേ, നിങ്ങളുടെ കോഴ്സ് കൗൺസിലർ, ഓക്കെ. ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. മറക്കരുത്. ഓക്കെ, താങ്ക് യു എവറി വൺ. See you tomorrow. ഓക്കെ, നാളെ കാണാം.